മല്ലികേ, സ്വർണ്ണല്ലേ? താലിയൊക്കെ ഉണ്ട് ഇവള്. മല്ലികേ, ഇങ്ങോട്ട് വാ. ഡാഡി, എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്റെ മാല എവിടെ? മാല? അയ്യോ, എന്റെ മാല എവിടെ പോയി? ഇന്നോടെ ചോദിക്കണം. ദൈവമേ, എന്റെ താലി എവിടെയും പൊട്ടി വീണാണോ? ദൈവമേ, എനിക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു മാലയാ. എനിക്ക് നാത്ത അങ്ങനെ നോക്കിട്ട് വരട്ടെ. ഞാൻ വേറെ അവിടെ വീണ് കിടക്കിയിരുന്നു. ദൈവമേ, അയ്യോ പൊട്ടിപ്പോയി. എന്റെ കൊളുത്തുണ്ടോ നോക്കാം അവിടെ എവിടെയെങ്കിലും? കൊളുത്തുണ്ട്. ഈ എന്ത് ബോധത്തിലാ നടക്കണ്? അന്റെ താലി അല്ലേടി ആ കിടക്കണ്? താലിയാ. വാസേട്ടൻ അങ്ങനെ അറിഞ്ഞ് എന്നെ കൊന്നുകളയും. കൊളുത്ത് ഇവിടെ എവിടെ ഉണ്ടോ നോക്ക്. ഇവിടെ എവിടെ വീണിട്ടുണ്ടാവും. ഒന്നാമത്തെ ഈ ചെറിയ മാല ഇട്ട് നടന്ന ഒരു കട്ടിയുള്ള മാല വാങ്ങിട്ടൂടെ എനിക്ക്? എന്റെ അടുത്ത് ആകെ ഉള്ളത് ഇത് മാത്രം, ചെറുത്. ഇപ്പൊ വാസേട്ടൻ അറിയണ്ട നോക്ക്. പക്ഷെ ഇത് ശരിയാക്ക്. വാസേട്ടാ, എന്റെ മാല പൊട്ടിപ്പോയി. എന്താണ് മാല പൊട്ടിപ്പോയി. താലി പൊട്ടിയോ? പൊട്ടി വീണിട്ട് ഇതപ്പൊ റസിയാക്ക് കിട്ടിയതാ. ഇത് നോക്കണ്ട നീ. ഞാൻ നോക്കിയിട്ടല്ലേ, എന്റെ കൊളുത്തും കാണുന്നില്ല. കൊളുത്ത് എവിടെയോ പൊട്ടി വീണെന്ന് തോന്നുന്നു. കൊളുത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കി എവിടുന്നാ കിട്ടിയത്? അതെ, കയ്യിൽ കുറെ പൈസ ഇരിക്കണ്ടല്ലോ, അത് ചെലവാക്കാനുള്ള എങ്ങനെയെങ്കിലുള്ള മാർഗം അവൾ ഉണ്ടായിക്കോളും. ഇനി നാളെ പണിക്കെങ്ങാനും പോകുമ്പോ മാറ്റാം. അയ്യോ, നാളെ പോരാ വാസേട്ടാ, ഇന്ന് തന്നെ വേണം. എന്റെ താലിയല്ലേ ഇത്. താലിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ വഴിക്ക് പോവാണ്. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് താലിടാണ്ട് നിൽക്കാൻ പറ്റില്ല. താലിടാണ്ട് നിങ്ങൾക്ക് തന്നെ അതിന്റെ ദോഷം. ഓ, എനിക്കെന്ത് ദോഷം? അത് ശരിയട്ടോ വാസുട്ടിയുടെ. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു നല്ല മാല മേടിച്ചെടുക്ക്. ഈ നരിന്ത് പോലത്തെ ചെയിൻ എന്ന് ഇടുമ്പോ അത് പൊട്ടിപ്പോയില്ലേ? ഞാൻ അതാണ് കണ്ടോ കട്ടിയുള്ള മാല ഇട്ട് കിടക്കണം. ഒരു കാര്യം ചെയ്യ്, ഇത് നീ കൊണ്ടോക്കോ. എന്നിട്ട് ഒരു കട്ടിയുള്ള മാല അവൾക്ക് കൊടുക്ക്. കൊണ്ടോക്കോ, കുഴപ്പമില്ല. നിങ്ങൾ വെറുതെ തമാശ കളിക്കരുതേ. അല്ല പിന്നെ ഇവിടെ കൊളുത്തുണ്ടോ നോക്ക്. ഇവിടെ നിങ്ങൾ വേഗം. ഇനി കൊളുത്തുണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നു അതിങ്ങനെ തയഞ്ഞു ഇതായതാ. അതിനിപ്പോ ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി, തട്ടാൻ എടുത്തോണ്ടിട്ട്. ഓക്ക് ഇതൊക്കെ പറയാം. എന്താ എളുപ്പാ? ഞാൻ പോവാ. അല്ല, നീ ഇപ്പൊ എന്തിനാ വന്നത്? ഞാൻ ഇപ്പൊ എന്തിനാ വന്നത്? എന്റെ ഇടിയപ്പത്തിന്റെ മറ്റേ തിരിക്കണ സൂത്രം എവിടെ? അത് ഞാൻ തെര ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 ദിവസമായി. തെരടി, ഇത് കൊണ്ടുപോയിട്ട് ശരിയാക്ക. ആദ്യം എന്റെ ചെരുപ്പ് എടുക്കട്ടെ. എന്നാ ശരി, ഞാൻ പോവാ. വേഗം ശരിയാക്കി കൊണ്ടുവരണേ വാസേട്ടാ. ഈ എന്ത് ബോധത്തിലടി നടക്കണ്? ആ സാധനം എടുത്തിട്ടെന്നേ തരാം. അത് ഈ പണിക്കാരെ കിട്ടാനാണ് പാട്. ഉമാര് അന്വേഷിച്ച് എന്നില്ലെങ്കിൽ ഉമാര് സമയത്ത് വരൂലേ? ശരിയാ. സമയത്തിന് നമ്മള് സംഗതി നടത്തും വേണം. എവിടെ പോണ്? ഞങ്ങളൊരു പരിപാടിയായിട്ട് ഇറങ്ങിയതാ. മൂപ്പരൊരു ചെറിയ കച്ചവടം എടുത്തിട്ടുണ്ട്. എന്ത് കച്ചവടം? നമ്മുടെ ആ ശങ്കരൻ നമ്പൂരിയുടെ ഇല്ലത്തെ ഒരു 3 പുളിമരം നിപ്പുണ്ടല്ലോ, അതിന്റെ പുളി പറിക്കാൻ വേണ്ടിട്ട് ഞാൻ കരാർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 30,000 രൂപക്കാണ് അത് എടുത്തത്. 10 രൂപ ഞാൻ അഡ്വാൻസ് അപ്പൊ തന്നെ കൊടുത്ത്. 10 രൂപ ഇപ്പൊ പരീക്കാൻ തന്നു. അപ്പൊ ഒരു 10 രൂപ അയാൾക്ക് ബാലൻസ് കൊടുക്കണം. പിന്നെ അത് പണിക്കാരുടെ പൈസയും കൊടുക്കണം. അപ്പൊ ഒരു ഇത്തിരി ഫണ്ട് വേണം. അതിനുള്ളൊരു ഓട്ടത്തിലാണ് കാലത്തെ. ആണോ? ചെറിയൊരു കേസ് കേട്ടാ, പക്ഷെ നടക്കണ്ടേ. ഒരു 19 രൂപ കിട്ടും ഇത് കൊടുത്താലേ. എത്ര രൂപ കിട്ടും? 19,000 രൂപയുടെ പുളി ഉണ്ടത്. 30 രൂപ കൊടുത്ത ഒരു 20 രൂപ നമുക്ക് ലാഭം കിട്ടും. ഒരാളെ കൂടെ കൂട്ടുവോ? ഒരാളെ കൂടെ കൂട്ടുവോ? ആരെ? എന്നെ. എന്റെ എന്തുണ്ടായിട്ട്? എന്തുണ്ടായിട്ട്? അന്ന് എന്റെ അടുത്ത് പിന്നെ പൈസ ഒന്നുമില്ലേ? ഉണ്ടെങ്കിൽ തന്നോ ചേർന്നോ? കണ്ണി കണ്ടവർ അന്വേഷിച്ച് എന്നിട്ട് എന്നോട് പറയാത്തത് നിങ്ങള്? എടാ, ഇത് ചെറിയൊരു ചെങ്ങാൽ, ചെറിയൊരു ബിസിനസ്, അതാണ്. അല്ലാണ്ട് ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ എന്നോട് അറിയിക്കില്ലേ? വലിയ ബിസിനസ് ഒന്നും നടക്കണില്ലടോ. അപ്പൊ ചെറിയ ബിസിനസ് വരുമ്പോ എന്നെ കൂടി കൂട്ടണ്ടേ? ഇതിപ്പോ ഇന്ന് രാവിലെ അത് അവന്റെ കയ്യിലുള്ള ഒരു പൈസ തിരിമറിക്കാൻ ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞാണ്. എന്താ കട്ടോണ്ടിരിയാ? എവിടുന്നത്? ഒന്ന് പോയങ്ങ ഏതാ കട്ടോണ്ട് വരുന്നത്? ഇത് മല്ലികയുടെ ചെയിനാണ്. ഇതിന്റെ കൊളുത്ത് പൊട്ടിയിട്ടേ അത് ഞാൻ വിളക്കാൻ വേണ്ടി കൊണ്ടുപോവാ. ഒരു കാര്യം ചെയ്യ്, ഇത് പണയം വെച്ചിട്ട് പൈസ എടുത്തോ. പണയം പറ്റി കഴിഞ്ഞാൽ 5-10 ദിവസവും നമുക്ക് പൈസ തിരിച്ചു കിട്ടാൻ. അത്ര ദിവസം ഒന്നാമത്തെ അതൊക്കെ വലിയ അടങ്ങറാവട്ടെ. വെറുതെ വേണ്ടാത്ത പണിക്ക് വെക്കണ്ട. അപ്പൊ നടക്കൂല. അല്ലെങ്കിൽ ഒരു പണി ചെയ്താലാ, നമുക്ക് ഇത് പണയം വെച്ചിട്ട് ഇതുപോലത്തെ റോൾഡ് ഗോൾഡിന്റെ ഒരു ചെയിൻ മേടിച്ച് മല്ലികക്ക് ഇടാൻ കൊടുക്കാം. കെട്ട് താലിയാണ് ചങ്ങായി. എന്ത് താലിയാണെങ്കിലും അവനും 5,000-6,000 രൂപ കിട്ടുന്ന കാര്യമല്ലേ? ഒരു കാര്യം ചെയ്യാം, അതാ നല്ലത്. ഇതേപോലത്തെ കിട്ടുവോ? പിന്നെ അതൊക്കെ 10-150 രൂപ കൊടുത്താൽ കിട്ടും. എടാ, ഈ പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടുള്ള പരിപാടി വേണോ? എന്താ തിരിച്ചെടുത്ത് കൊടുക്കുമല്ലോ. വെറുതെ വട്ടം പറയാലേ. ഇത് കള്ളും കഞ്ചാവും കുടിക്കാനല്ലല്ലോ, അരി മേടിക്കാനല്ലേ. ഒരു 10 റുപ്യ എനിക്ക് കിട്ടാൻ പ്രശ്നം. അതുകൊണ്ടല്ല. അല്ല, നിങ്ങൾ എന്തിനാ ആയിക്കോളാം, ഞാൻ ഇതിൽ ഇടപെടുന്നില്ല കേട്ടോ. ഞാൻ എനിക്കിത് അറിയൂല.
ഇവന്റെ മാല കിട്ടിയോ? മാല കിട്ടിയില്ല. മാല 2 ദിവസം കഴിഞ്ഞിട്ട് തരാന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവരണമെന്ന്. അവിടെ ഭയങ്കര തിരക്കാണേ. അപ്പൊ പിന്നെ ഞാൻ നിർബന്ധിച്ച് പറയുകയും ചെയ്തില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് തന്നാലും മതി, കുഴപ്പമില്ല പറഞ്ഞു. എന്റെ വാസുവേട്ടാ, ഞാൻ ഇന്ന് പുറത്തിറങ്ങിയിട്ടില്ല താലി ഇടാത്തതിനെ കൊണ്ട്. കയ്യിലും ഇല്ല കഴുത്തിലും ഇല്ല. ഞാൻ പ്രത്യേകം പറഞ്ഞില്ല ഇന്ന് തന്നെ എങ്ങനെങ്കിലും ഒന്ന് വിളക്കിച്ചു കൊണ്ടുവരണമെന്ന്. അപ്പൊ താലില്ലാണ്ട് നീ പുറത്തേക്ക് ഇറങ്ങുന്നില്ലേ? ഇല്ല, അതെന്താണ്? എനിക്ക് പറ്റൂല, എനിക്ക് ഇഷ്ടമല്ല. ആകെ അതല്ലേ ഉള്ളു എന്റെ അടുത്ത്. അതും കൂടെ ഇല്ലാണ്ട് നാണക്കേടല്ലേ. ഞാൻ പറഞ്ഞല്ലേ ഇന്ന് തന്നെ കൊണ്ടുവരണമെന്ന്. പറഞ്ഞാണ്, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെന്താ? അയ്യോ ശരിയാക്കില്ലേ. നല്ല കളർ ഉണ്ടല്ലോ അല്ലേ നേരത്തെ. ഇല്ലേ? ആ അതാണ്. അതെങ്ങനെ? ഇതേ 916 ആക്കി. 916 ആക്കാനോ? മാറ്റി കൂട്ടിയാ? ആ ദൈവമേ, ഇപ്പൊ പരിശുദ്ധ സ്വർണ്ണായി. വെറുതെ അല്ലട്ടോ, നല്ല കളർ ഉണ്ട്. ഇനി ഇത് ഞാൻ ഉരിയില്ല കഴിക്കുന്നു. സൂക്ഷിച്ചു കൊണ്ടടാ. ഞാനേ ഇതവിടെ കൊടുത്ത സമയത്ത് അവിടെ വേറെ ഏതൊക്കെയോ ചെയിനുകൾ ഇതേപോലെ ഇങ്ങനെ ഈ 916 ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോടുള്ള ഒരു താല്പര്യം കൊണ്ട് മൂപ്പര് പറഞ്ഞു ഞാൻ ഇതും കൂടി അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ പറഞ്ഞു ഞാൻ, കുഴപ്പമില്ലല്ലോ. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അത് തിരിച്ചും ഘടന തരണം. ഇത് ഒന്നും കൂടി പിന്നെ അങ്ങനെ മാറ്റി കൂട്ടി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ തിളക്കം നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കളർ പോകും പറഞ്ഞു. പണ്ടത്തെ പോലെ പോകും. പണ്ടത്തെ മാതിരി പോകും. അയ്യോ, അപ്പൊ എന്തായാലും 10 ദിവസം കഴിഞ്ഞിട്ട് ഉരുത്തന്നാ പോരെ? അത് മതി, അത് മതി. അല്ല ഒന്നുകൂടി ആക്കണം എന്ന് പറയാ. അപ്പൊ ഇനി പോവുകയില്ല കളറ്? പോവില്ല. കുട്ടികളൊക്കെ എവിടെയാണ്? കുട്ടികൾ അവിടെ അമ്മേന്റെ അടുത്ത് കിടന്നുറങ്ങുക. ഉറങ്ങിയ ഇത്ര വേഗോ? പിന്നെ അല്ലാണ്ട് സമയം എത്രയെന്ന വിചാരം. ശരിയാണ്. പിന്നെ വാസുവേട്ടാ, നമ്മളെ സരളമ്മായില്ലേ? സരളമ്മായി? എന്റെ അമ്മായില്ലേ? എന്നെ വിളിച്ചിട്ടുണ്ടേനെ. നാളെ എന്തോ ഒരു ആവശ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മളിവിടെ ഉണ്ടാവില്ലെന്ന് ചോദിച്ചു. എന്താവശ്യം? അതെന്താ വെച്ചാ മോനെങ്ങാനും എന്തോ ഒരു വയ്യായിക ഉണ്ട്. എന്റെ ദൈവമേ, ആകെ പെട്ടു. എന്താണ്? അല്ല ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വരുവോ? അങ്ങനെയൊന്നുമില്ല. മോന്റെ കാര്യം പറയാനൊക്കെ ആയിരിക്കും നമ്മളടുത്ത്. നമ്മളല്ലേ ഉള്ളൂ. അല്ല എന്നിട്ട് ഇവിടെ കൂടുവോ? കൂടൊന്നുമില്ല. എന്നോട് ചോദിച്ചു ഇവിടെ ഉണ്ടാവൂലേ, മോന്റെ ഒരു വിഷമം പറയാൻ വേണ്ടിട്ടാണ്. വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പൊ വരാം. മല്ലിക, മല്ലിക. അമ്മായി, ഞാൻ നോക്കിയിരിക്കായിരുന്നു. എങ്ങനെയാ വന്നേ? അമ്മായി ഞാൻ ഓട്ടയ്ക്കാ വന്ന. അകത്തേക്കിരിക്ക. നമുക്ക് സുഖമാണോ മോളെ? മോളെ ഇവിടെയാണോ താമസിക്കണേ? അമ്മായി അകത്തേക്ക് ഇരിക്കും, ഞാൻ എല്ലാം പറയാ. അപ്പൊ അതാണ് പ്രശ്നം. മോളെ അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്താ ചെയ്യാന്ന് അറിഞ്ഞൂടാ മോളെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കണ ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാ. അതിന് 30,000 രൂപയാണ് ഡോക്ടർ ഇപ്പോൾ ചോദിച്ചേക്കണത്. പിന്നെ എങ്ങനെയൊക്കെയോ അമ്മായി 20,000 രൂപ ഒപ്പിച്ചു വെച്ചു. 10,000 രൂപയും കൂടി ഉടനെ തന്നെ വേണം മോളെ. അതിന് സമയവും ഇല്ല, നാളെ തന്നെ കൊടുക്കണം. അത് കാരണം അമ്മായി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്താ ചെയ്യുക. 10,000 രൂപ എവിടെ പോയിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഇതും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് മോളെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെയാണ് അമ്മായി ഇങ്ങോട്ട് വന്നത് മോളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ മോളുടെ സ്ഥിതി ഇതാണെന്ന് അമ്മായി അറിഞ്ഞിരുന്നില്ല മോളെ. അറിഞ്ഞെങ്കിൽ അമ്മായി വരൂലായിരുന്നു ഇങ്ങോട്ട്. വാസേട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. മോക്ക് പരിചയമുള്ള ആരെങ്കിലും അയലുകാരോടൊക്കെ ചോദിച്ചാൽ കിട്ടുമോ മോളെ? ആരടുത്തെങ്കിലും ഒന്ന് മറിക്കാൻ? ഇവിടുത്തെ അയൽവക്കം എന്ന് പറഞ്ഞാൽ അമ്മായി ഇപ്പൊ കണ്ടില്ലേ, റസിയാന്റെ വീട്ടിന്റെ ബാക്കിലാണ് ഞങ്ങളിപ്പോ താമസിക്കുന്നത്. ഇനിയിപ്പോ പൈസയും കൂടെ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ ചെയ്യാ മോളെ? ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ മോൻ്റെ കാര്യം അവനെനിക്ക് നഷ്ടപ്പെടും മോളെ. എന്തെങ്കിലും ഒരു വഴി ഒന്ന് മോളൊന്ന് ആലോചിച്ച് നോക്കും മോളെ. അമ്മായി ഒരു കാര്യം ചെയ്യും. തൽക്കാലം എൻ്റെ കയ്യിലിതാ
മാല മാത്രമേ ഉള്ളൂ. അമ്മായി കൊണ്ടുപോയി അത് താലിമാല വേണ്ട മോളെ, അതൊന്നും വേണ്ട. താലിമാല വേണ്ട മോളെ, വേറെ വേണ്ട വേണ്ട. അമ്മായി വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കി. എനിക്ക് വേറെ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. അമ്മായി ഒരു കാര്യം ചെയ്ത് പണയം വെച്ചിട്ട് മോന്റെ ഓപ്പറേഷൻ അല്ലേ നമുക്ക് വലുത്. എന്നാലും മോളെ താലിമാല. അമ്മായി നമുക്ക് മോന്റെ ജീവനല്ലേ വലുത്. അമ്മായി ഇങ്ങോട്ട് വന്നിട്ട് പിടിച്ചു, ഒരു കുഴപ്പമില്ല മോളെ. എന്നാലും താലിമാല ഒരു കുഴപ്പമില്ല. അമ്മായി ഇന്ന് തന്നെ ഓപ്പറേഷന് പൈസ അടച്ചിട്ട് നാളെ ഓപ്പറേഷൻ പറഞ്ഞത്, പെട്ടെന്ന് തന്നെ അത് നടത്താൻ നോക്ക്.